السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات وبإنعامه تتحقق المقاصد والغايات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഏറെ ബഹുമാന്യനായ നമ്മുടെ ഈ പ്രൗഢമായ സമ്മേളനത്തെ ഹൃദയസ്പർശിയായ ഭാഷണത്തിൽ ഉദ്ഘാടനം ചെയ്ത് നൽകിയ പ്രഗത്ഭനായ പാർലമെന്റേറിയൻ കൊടിക്കുന്നിൽ സുരേഷ് സാർ, മറ്റു സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ സമാദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. കേരളത്തിൻ്റെ സവിശേഷമായ ബഹുസ്വരതയുടെ ഭൂമികയിൽ വിജയകരമായ 100 വർഷത്തെ പൂർത്തീകരിച്ചിരിക്കുകയാണ് മുസ്ലിം കേരളത്തിൻ്റെ ആധികാരിക പരമോന്നത മതസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പൂർത്തീകരണത്തിൻ്റെ ആത്മഹർഷത്തിൽ അതിൻ്റെ ആദരണീയനായ പരമാധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയുടെ സ്വീകരണത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഒരു സംഘടനയുടെ, പ്രത്യേകിച്ച് ഒരു മതസംഘടനയുടെ ശതാബ്ദി ആഘോഷം മാത്രമായി പരിമിതപ്പെടുത്തപ്പെടുന്ന ഒരു കാര്യമല്ല ഇത്. മറിച്ച് ചരിത്രപരവും സാമൂഹികവുമായ പല കാരണങ്ങളാൽ പിന്നോക്കം നിന്നുപോയ ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ അതിമനോഹരമായി സംരക്ഷിച്ചു നിർത്തിയ ആത്മീയ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ 100 വർഷങ്ങളുടെ സന്തോഷ നിമിഷം കൂടിയാണിത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ വിസ്മയകരമാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ സംഘടനകളും വിഭാഗങ്ങളും നവോത്ഥാന മുന്നേറ്റങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ അളവിൽ കുട്ടിഘോഷിക്കപ്പെട്ട സംഘങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പോയെങ്കിൽ ഒരു മതപണ്ഡിത സഭയായി രൂപീകരിക്കപ്പെടുകയും പിന്നീട് ഈ നാടിൻ്റെ, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ നിലനിൽപ്പിൻ്റെ ആധാരശിലയിൽ സഹായിക്കുന്ന അവിഭാജ്യ ഘടകമുള്ള ഒരു കമ്മ്യൂണിറ്റിയായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധ്യമായിട്ടുണ്ട് എന്നത് ചരിത്രത്തിലെ ഒരു വിസ്മയം കൂടിയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ പാർലമെന്ററി സംവിധാനത്തിൻ്റെ ഭാഗമായോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രക്രിയയുടെ ഭാഗമായിട്ടോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പക്ഷേ എങ്കിൽ പോലും ഈ രാജ്യത്തിൻ്റെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ അതിനിസ്തുലമായ സംഭാവനകൾ അർപ്പിക്കാൻ ഈ മഹത്തായ സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിന്റെ പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ജീവിത രീതിയിലൂടെ, ശൈലികളിലൂടെ, ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പറഞ്ഞ് പരിചയപ്പെടുത്തി പ്രാവർത്തികമാക്കി കൊടുക്കുകയാണ് കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. അതിൻ്റെ നേട്ടങ്ങൾ ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷമായൊരു പ്രത്യേകത, എല്ലാ മതവിഭാഗങ്ങളുടെയും വൈവിധ്യങ്ങളെയും മതരഹിതമായിട്ടുള്ള ആശയഗതികളെയും ഒക്കെ സ്വീകരിക്കുന്ന ഒരു ദാർശനിക മുറ്റം ഈ രാജ്യത്തിനുണ്ട്.
അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ, ആ വൈവിധ്യങ്ങളെ ആഘോഷമാക്കാൻ കഴിയുന്ന മണ്ണാണ് നമ്മുടേത്. എന്നാൽ വൈവിധ്യങ്ങളെ വിരോധങ്ങളാക്കുന്ന പ്രവണതകൾ ചരിത്രത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. വൈവിധ്യങ്ങളെ വിരോധങ്ങളായി, വിദ്വേഷങ്ങളായി, ആ വൈവിധ്യങ്ങളെ സാമുദായിക സ്പർദ്ധയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് അതിലൂടെ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭങ്ങളെ കൈക്കൊള്ളാൻ വേണ്ടി പല ആളുകളും പല ഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രശില്പികൾ അവർ ഏതൊരു താല്പര്യപൂർവ്വമാണോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇവിടെ പ്രഖ്യാപിച്ചത്, ഏതൊരു ആശയ തലത്തിൽ നിന്നുകൊണ്ടാണോ നമ്മുടെ രാജ്യത്തിന്റെ ദാർശനിക പാരമ്പര്യത്തെ നിലനിർത്താൻ അവർ ആഗ്രഹിച്ചതെങ്കിൽ അതിലേക്ക് വളരെ ശ്രദ്ധേയമായ സഹായങ്ങൾ സമീപനത്തിലൂടെ നൽകാൻ ഈ മഹത്തായ സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമ്മുടെ അഭിനന്ദനായ MP സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ സമാധാനപരമായൊരു സഹവർത്തിത്വത്തെ നിലനിർത്തുന്നതിൽ, അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, പൗരന്മാരെ തയ്യാറാക്കുന്നതിൽ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമക്ക് ശ്രദ്ധേയമായ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബഹുസ്വരത നമ്മുടെ നാടിന്റെ അടിത്തറയാണ്. അത് കേവലം ഒരു ആശയമല്ല, മറിച്ച് ഇന്ത്യയിലെ ജനതയുടെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഈ രാജ്യത്തെ എങ്ങനെയാണ് നമ്മൾ വൈദേശിക അധിനിവേശികളിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ എങ്ങനെ ഈ രാജ്യത്തെ അതിജീവിക്കണമെന്ന് പുതിയ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഏതു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റിയെ, ഈ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു തന്നെ മുന്നോട്ടു പോകാൻ സാധ്യമാകുന്ന, ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശ സംരക്ഷണങ്ങളെ ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന ഒരു സവിശേഷമായൊരു സാമൂഹിക പ്രക്രിയ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പോലും പറഞ്ഞു വെച്ചത്. ഒരു ഏകശിലാത്മകമായ ഒരാശയത്തിലൂടെയല്ല, ബഹുവർണ്ണക്കുട പോലെ മനോഹരമായി നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ സാമുദായിക സൗന്ദര്യമുണ്ട്. സാമൂഹികമായ പരസ്പര സഹവർത്തിത്വത്തിലൂടെ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതിനെ നിലനിർത്താൻ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധ്യമാകുന്നത് ഇവിടത്തെ പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യ വഴിയെ പിന്തുടരുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാടിന്റെ പാരമ്പര്യം പോലും അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്ത് മനോഹരമായ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ വേരുകൾ ഉണ്ടാക്കപ്പെട്ടത് പാരമ്പര്യ ഇസ്ലാമിന്റെ വാക്താക്കളായ സൂഫികളിലൂടെയാണ്. ചിശ്തി സൂഫികളിലൂടെ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായിട്ടുണ്ടല്ലോ. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മധ്യകാല നൂറ്റാണ്ടുകളിൽ ജീവിച്ച് മണ്ണ് പറഞ്ഞു പോയ ആ മഹാൻ, ആത്മീയ ലോകത്തെ ചക്രവർത്തി ഗരീബ് നവാസ്, ആ മഹാനുഭാവന്റെ ദർബാറിലേക്ക് ഇന്നും അവശരായ, നിരാലംബരായ ആളുകൾ, ദുർബല ജനവിഭാഗങ്ങളുടെ ഒരു അത്താണിയായിട്ട് അദ്ദേഹം മാറുകയാണ്. നോക്കൂ, ദുർബല ജനവിഭാഗങ്ങളോട് കൂടെയായിരുന്നു എപ്പോഴും ഖാജ തങ്ങൾ ഉണ്ടായിരുന്നത്. ദുർബല ജനവിഭാഗങ്ങളോടുകൂടെ. നേരത്തെ സാർ ഇവിടെ പറഞ്ഞതിന് അടിവരയിട്ട് കൊണ്ട് പറയുകയാണ്, ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. സൂഫികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരെപ്പോഴും ഈ നാട്ടിലെ വരേണ്യവർഗത്തിന്റെ കൂടെയോ ഇവിടെയുള്ള മേൽക്കോയ്മയിൽ ജീവിക്കുന്ന ആളുകളുടെ ക്രീമി ലെയറിന്റെ കൂടെ ആയിരുന്നില്ല. സൂഫികൾ എപ്പോഴും ഇവിടുത്തെ ദുർബല ജനവിഭാഗങ്ങളോടുകൂടെയായിരുന്നു. ആ പാരമ്പര്യത്തെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയും ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയിലാണ് കടന്നു വന്നിട്ടുള്ളത്. കേരളത്തിൽ വ്യത്യസ്തങ്ങളായ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ നവോത്ഥാന വിഭാഗങ്ങളൊക്കെ ആ ഇസ്ലാമിക ആധുനികതക്കനുസരിച്ച് ഇസ്ലാമിനെ നവീകരിക്കുകയും പുതിയ മതപരിഷ്കരണവാദങ്ങളുമായി കടന്നു വരികയും ചെയ്തപ്പോൾ അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ആത്മീകമായ സ്വത്വത്തിൽ നിന്ന്, അതിന്റെ ആത്മീകമായ സൗന്ദര്യത്തിൽ നിന്ന് അവർ വ്യതിചലിക്കുന്ന കാഴ്ചയുണ്ടായപ്പോൾ അവർക്കൊരിക്കലും ഈ മനോഹാരിതയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ഇവിടുത്തെ പാരമ്പര്യ വിശ്വാസികൾ, ഇവിടുത്തെ പരമ്പരാഗതമായ സൂഫി വഴിയിലൂടെ ജീവിച്ചു പോരുന്ന ഇവിടെയുള്ള പണ്ഡിതന്മാരെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ ജീവിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 100 കൊല്ലം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന, ആ മതസംഘടന തന്നെ ഇന്നും കേരളത്തിന്റെ മുസ്ലിം മുഖ്യധാരയുടെ ലീഡർഷിപ്പായിട്ട് നിലകൊള്ളുന്നു എന്നത് ഒരു അത്ഭുതകരമാണെന്ന് ഞാൻ പറഞ്ഞത്. 100 കൊല്ലം മുമ്പത്തെ ചിത്രമല്ലല്ലോ ഇന്നുള്ളത്. അന്നത്തെ ലിറ്റററി റൈറ്റ് വളരെ കുറവാണ്. സാക്ഷരത നിരക്ക് കുറവുള്ള ഒരു കാലം, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കാലം, ചരിത്രപരമായ പിന്നോക്കാവസ്ഥകൾ ധാരാളമുള്ള കാലം. അതിൽ നിന്നൊക്കെ മാറി, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മാറി നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് വന്നു. വിദ്യാഭ്യാസ പുരോഗതികൾ ഉണ്ടായി, സാമൂഹിക നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടായി, സാംസ്കാരികമായ വേലിയേറ്റങ്ങൾ ഉണ്ടായി. ഇങ്ങനെയുള്ള ആധുനികതയുടെ വേലിയേറ്റങ്ങൾക്കിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടും
ആ മാറ്റങ്ങൾക്കിടയിലുമൊക്കെ കഴിഞ്ഞ 100 കൊല്ലം മുമ്പ് ഏതൊരു മുഖ്യധാരയായിരുന്നോ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ലീഡർഷിപ്പായിരുന്നത്, അതുതന്നെ ഇന്നും ആ പണ്ഡിത നേതൃത്വം തന്നെ ഇന്നും മുസ്ലിം മുഖ്യധാരയുടെ ലീഡർഷിപ്പായിട്ട് ഇവിടെ നിലനിൽക്കുന്നു എന്നത് അത് ചരിത്രപരമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സുസ്ഥിരമായ ഒരു ലീഡർഷിപ്പിനെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമക്ക് നിലനിർത്താൻ സാധ്യമായത്? എല്ലാ ഘട്ടങ്ങളിലും വിദ്വേഷരഹിതമായി സാമുദായിക സ്പർദ്ധക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ആളുകളെ പരസ്പരം അടുപ്പിക്കുകയും സ്നേഹത്തോടെ സഹിഷ്ണുതയോടുകൂടി ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ആശയത്തെ സ്വീകരിക്കുകയും അതിന് പ്രചോദനം നൽകുകയും ചെയ്യുക എന്നതാണ് സമസ്ത ഇക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കറിയാം കേരളത്തിൽ അനേകം സംഘടനകൾ ഉണ്ടായി. പല മുസ്ലിം സംഘടനകളും അവർ സെക്കുലർ ഭാവങ്ങളെയാണ് സ്വീകരിച്ചത്. അവരുടെ വേഷങ്ങളിൽ, ഭാഷകളിൽ, സമീപനങ്ങളിലൊക്കെ വളരെ അൾട്രാ സെക്കുലറായ രീതികൾ അവർ സ്വീകരിച്ചു. പക്ഷേ നോക്കൂ, തികഞ്ഞ മതമൗലികമായ വേഷങ്ങളും ഭാഷകളും രീതികളും സംസ്കാരങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുമ്പോൾ തന്നെ ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക്, ഭരണകൂടങ്ങൾക്ക്, ഇവിടുത്തെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് എപ്പോഴും സമസ്തയുടെ കൂടെ നിൽക്കാൻ ഒരു ധൈര്യമുണ്ട്. അവർക്കെപ്പോഴും ഈ തലപ്പാവും ഈ കമീസും ഈ ഒല്ലിയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പണ്ഡിത വേഷധാരികൾ, കയ്യിൽ തസ്ബീഹുമാലയും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ആദരണീയരായ ആത്മീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെക്കുറിച്ച് പറയാൻ, രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കണമെന്ന് കൈകോർത്തു പിടിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ അവർക്കൊരിക്കലും മടിയുണ്ടാകാറില്ല. അവർക്ക് നമ്മെ വിശ്വാസമാണ്. ഈ വേഷങ്ങൾ അവിടെ തടസ്സമല്ല. ഈ മതമൗലികമായ അടയാളങ്ങളോ ആചാരങ്ങളോ അവർക്ക് തടസ്സമാകാറില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ മതപരിഷ്കരണവാദികളായിട്ട് കടന്നു വന്നിട്ടുള്ള അനേകം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഘടനകളൊക്കെയും അവർ വളരെ സെക്കുലറായ രീതിശാസ്ത്രങ്ങളെ സ്വീകരിച്ചു, വേഷങ്ങളിൽ, ഭാഷകളിലൊക്കെ. പക്ഷേ അത്തരം വിഭാഗങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഈ രാജ്യത്തിന്റെ സൗഹൃദത്തെക്കുറിച്ച് പറയാനോ മതമൈത്രിയെക്കുറിച്ച് പറയാനോ നമ്മുടെ നാട്ടിലെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും വൈമനസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ്? അവർ പരിധിവിട്ട വാദങ്ങളുമായി, അതിവാദങ്ങളുമായി കടന്നു വന്നതുകൊണ്ടാണ്. പല ഘട്ടങ്ങളിലും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ചാപ്പുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ സുരക്ഷിതമായി രക്ഷപ്പെടുകയും ഈ കേരളത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞ 100 കൊല്ലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധ്യമായിട്ടുണ്ട് എന്നത് ഒരു ചരിത്രപരമായ വസ്തുതയാണ്. എന്തുകൊണ്ട്? പാരമ്പര്യ മുസ്ലിമീങ്ങളെ അവരുടെ ആ പാരമ്പര്യ വഴിയിൽ തന്നെ നിലനിർത്താൻ നമുക്ക് സാധ്യമായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൂഫികളിലൂടെ വളർന്നു വന്ന ഒരു ഇസ്ലാം ആത്മീയതയുടെ തണലിലൂടെ അങ്ങനെ വളർന്ന് വികാസം പ്രാപിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിൽ സന്തോഷമുണ്ടാവുകയാണ്. അവരൊക്കെയും അതിന്റെ ആ സഹിഷ്ണുതയുടെ തണൽ അനുഭവിക്കാൻ അവർക്കൊക്കെയും സാധ്യമായിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ഈ 100 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നോക്കൂ, നിങ്ങൾ ഒരു മതപണ്ഡിത സഭയുടെ എല്ലാ അടയാള മുദ്രകളെയും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ കൂടുതൽ പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിതന്മാരായ ആളുകൾ കേവലം മതപാണ്ഡിത്യത്തിന്റെ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്നവരല്ലല്ലോ. അടിസ്ഥാനപരമായി രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ. ഒരു രാജ്യത്ത് ആ രാജ്യത്ത് അധിവസിക്കുന്ന പൗരന്മാർ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ 100 കൊല്ലമായി സമസ്ത നിർവഹിക്കുന്ന ദൗത്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 75 കൊല്ലമായി പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് മതവിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുക എന്ന വളരെ വിസ്മയകരമായ ഒരു കാഴ്ചയെ നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. 11,000-ൽ പരം വരുന്ന മദ്രസകൾ ഈ കേരളത്തിലുണ്ട്. കേരളത്തിന്റെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 1 കോടിയോളം മാത്രമാണ്. 3.5 കോടിയുള്ള കേരളത്തിൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഭൗതിക വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം 13,000-ഓളമാണ്. അതിൽ പകുതിയും പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ്. നോക്കൂ, 37 ലക്ഷം കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ അധീനതയിൽ നടക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം 13,000-ന്റെ താഴെയാണെങ്കിൽ ഇവിടെയുള്ള 1 കോടിയോളം വരുന്ന 1 കോടി മാത്രം വരുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രാഥമികമായ മതവിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുള്ള മദ്രസകളുടെ എണ്ണം 11,000-ൽ പരമാണ്. ഈ അനുപാതത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ?
നോക്കൂ, ഈ പ്രാഥമികമായ മതവിദ്യാഭ്യാസത്തിലൂടെ എന്താണ് നമ്മുടെ നാട്ടിൽ മുസ്ലിം സമൂഹത്തിന് സമസ്ത കൊടുത്തത്? മതബോധമുള്ള, അടിസ്ഥാനപരമായ മതബോധമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് അവരെപ്പോഴും ഈ നാടിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നവരാകുന്നത്, ഏറ്റവും കൂടുതൽ സമാധാനപ്രിയരാകുന്നത്. അത് ഏതൊരു ആദർശത്തിന്റെ, ഏതൊരു മതവിഭാഗത്തിന്റെയും ചരിത്രം അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മതപരമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ കൃത്യമായ ധാരണക്കുറവ് സംഭവിക്കുന്നത് കൊണ്ട് വളരെ രാജ്യവിരുദ്ധമായ ഇടപെടലുകളിലേക്ക് പലരും കടന്നു പോകാറുണ്ട്. പക്ഷേ എല്ലാ വിഭാഗം ആളുകളും അടിസ്ഥാനപരമായ ധാർമ്മിക ബോധങ്ങൾ കൊടുക്കണം, എല്ലാ പൗരന്മാർക്കും ഉണ്ടാകണം. ഒരുപക്ഷെ ഇന്ത്യ പോലെയുള്ള 140 കോടിയിൽ പരം വരുന്ന വലിയൊരു ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്, ചരിത്രപരമായി അനേകം പിന്നോക്കാവസ്ഥകളുണ്ടായ ഒരു പ്രദേശത്ത് ആ ജനങ്ങളെ പൂർണ്ണമായും ധാർമ്മികമായി അവർക്ക് വേണ്ട പുരോഗമനങ്ങളെ മുന്നേറ്റങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക എന്നത് സർക്കാർ സംവിധാനങ്ങൾക്ക് അത്ര പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെയാണ് സമസ്തയെ പോലെയുള്ള സംഘടനകൾ കൃത്യമായി പൂർണ്ണമായും 100% പ്രൈവറ്റ് സെക്ടറിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് മതപരമായ ഒരു ബോധത്തെ നിർമ്മിച്ചുണ്ടാക്കി കൊടുക്കുന്നത് പൂർണ്ണമായും പ്രൈവറ്റ് സെക്ടറിൽ നിന്നുകൊണ്ടാണ്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? വിശ്വാസികൾ മാത്രമാണോ? നോക്കൂ, ഇസ്ലാമിന്റെ ശരിയായ മതബോധം നമ്മുടെ നാട്ടിൽ കൃത്യമായി വിതരണം ചെയ്യപ്പെട്ടാൽ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളുമാണ്, ഈ രാജ്യത്തിന്റെ ഭരണകൂടമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ശരിയായ പൗരബോധം കൈമാറ്റം ചെയ്യപ്പെട്ടാൽ ആ പൗരബോധത്തിന്റെ ഗുണഭോക്താക്കൾ അത് നേടുന്നവർ മാത്രമല്ലല്ലോ, അവരുടെ സഹവാസികൾ കൂടി, അവരുടെ കൂടെ സഹവസിക്കുന്നവർ കൂടിയാണ്. നമ്മുടെ നാട്ടിൽ 12 ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് 5 വയസ്സിന്റെയും 15 വയസ്സിന്റെയും ഇടയിൽ സമസ്തയുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ പാഠ്യപദ്ധതിയുടെ കരിക്കുലം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് കാണാം, അവർ അധിവസിക്കുന്ന രാജ്യത്തോട്, ആ രാജ്യത്തോട് അപക്വമായിട്ടുള്ള ഒരു സമീപനവും ഉണ്ടാകാൻ പാടില്ല. ഈ രാജ്യത്തോട് സ്നേഹത്തോടെ നമ്മൾ ഇവിടെ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ഭരണകൂടങ്ങളോട് കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുമ്പോഴും ആ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ പോലും കൃത്യമായി ജനാധിപത്യ മാർഗത്തിൽ, അതിനപ്പുറത്ത് മതപരമായ മര്യാദകളുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണമെന്ന് 12 ലക്ഷത്തോളം വരുന്ന കുരുന്നു മക്കൾക്ക് കൃത്യമായി ധാർമ്മിക ബോധനം കൊടുക്കാൻ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുകൊണ്ട് സമസ്ത ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ മനോഹരമായ നമ്മുടെ ദാർശനിക പാരമ്പര്യത്തെ നിലനിർത്തുന്ന ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഒരു നിശബ്ദ വിപ്ലവം നടത്താൻ സമസ്തക്ക് സാധ്യമാകുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. പല ഘട്ടങ്ങളിലും നമ്മൾ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പലപ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവഗണനകൾ ഉണ്ടായിട്ടുണ്ട്, അപരവൽക്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇരവാദം മുന്നോട്ട് വെച്ച് അതിലൂടെ ഈ രാജ്യത്തിന്റെ സാമുദായിക സൗഹൃദത്തെ തകർക്കാൻ വേണ്ടി പല ആളുകളും ബോധപൂർവമായി ശ്രമിക്കുന്ന ഘട്ടങ്ങളിൽ വളരെ പക്വമായ നിലപാടുകൾ സമസ്ത സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ തന്നെ നമ്മുടെ സാമുദായിക ഐക്യത്തെ തകർക്കുന്ന, സ്പർദ്ധയുണ്ടാക്കുന്ന സമീപനങ്ങളോ വർത്തമാനങ്ങളോ പല പ്രകോപനങ്ങളിലൂടെയും പലരും നടത്താറുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാർ മീഡിയകൾക്ക് മുമ്പിൽ വന്ന് പ്രതികരിക്കുന്നതിന്റെ രീതിശാസ്ത്രങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടില്ലേ? സമസ്തയുടെ പ്രസിഡന്റിന്റെ എത്രയോ പത്രസമ്മേളനങ്ങൾ, പത്രക്കാരുള്ള മറുപടികൾ നമുക്ക് കാണാൻ കഴിയും. പ്രകോപനപരമായ വർത്തമാനങ്ങൾ, ചോദ്യങ്ങൾ ഉന്നയിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പലരും ശ്രമിക്കുന്ന ഘട്ടത്തിൽ തികഞ്ഞ അവധാനതയോടുകൂടി ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനോ പൈതൃകത്തിനോ ഒരു പോറൽ പോലും തങ്ങളുടെ നാക്ക് കൊണ്ടോ ഇടപെടൽ കൊണ്ടോ ഉണ്ടാകരുത് എന്ന കണിശമായ ബോധ്യത്തിന്റെ പിൻബലത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദരണീയരായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമയുടെ എല്ലാ സമീപനങ്ങളും ഇടപെടലുകളും ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ 75 കൊല്ലമായി നമ്മളിവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ സമീപത്തുള്ള, കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മലയാളികൾ എവിടെയൊക്കെ ലോകത്ത് താമസിക്കുന്നുണ്ടോ അവിടങ്ങളിലേക്കൊക്കെ കൃത്യമായ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതികൾ നമുക്കുണ്ട്. ഈ ലേണിംഗ് വിദ്യാഭ്യാസ സംവിധാനം നമുക്കുണ്ട്. ഈ കഴിഞ്ഞ 75 കൊല്ലങ്ങൾക്കിടയിൽ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിച്ചിറങ്ങിയത്. ഉപരിപഠനം, മതകലാലയങ്ങൾ മാത്രം കേരളത്തിൽ 100 കണക്കിനുണ്ട്. എല്ലാം പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ, മതബോധമുള്ളവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാടിന് സംഭാവന നൽകിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ
സ്ഥാപനത്തിന്റെ പേരിലോ ഒരു പണ്ഡിതന്റെ പേരിലോ ഒരു വിദ്യാർത്ഥിയുടെ പേരിലോ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെയോ ചോദ്യക്കടലാസുകളുടെയോ ഏതെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനോ സുരക്ഷക്കോ ഭീഷണിയാകുന്ന ഒരു വരി പോലും ഉള്ളതായിട്ട് കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരിടത്ത് പോലും കാണുക സാധ്യമല്ല. എന്നാൽ ഞങ്ങൾ സെക്കുലറുകളാണ്, ഞങ്ങൾ മതേതരവാദികളാണ്, ഞങ്ങൾ നവോത്ഥാനത്തിന്റെ കുത്തക അവകാശപ്പെടുന്നവരാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു വന്ന പലർക്കും അത്തരത്തിലുള്ള പല ഇടപെടലുകളുടെയും ഭാഗമായി പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും രാജ്യത്തിന്റെ നിയമപരമായ ഇടപെടലുകൾക്ക് വിധേയമാക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിന്റെ ചുരുക്കം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നു എന്നത് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാതിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിന്റെ സജീവമായ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമാകാതിരിക്കുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയമായിട്ട് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി ഇത്രമേൽ സക്രിയമായി ഇടപെടുന്ന ഒരു സംഘത്തെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നത് തന്നെ ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾ പോലും അതിനെ വളരെ ശുഭോദർക്കമായി നോക്കിക്കാണുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധികളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, വെള്ളക്കുപ്പായം ധരിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പല ആളുകളുടെയും ഭാഷയിൽ മതമൗലികവാദികളാണെന്ന് പറഞ്ഞു വെച്ചേക്കാം. പക്ഷേ ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ PC വിഷ്ണുദാസ് സാറിന് അദ്ദേഹത്തിന് അഭിമാനം അനുഭവപ്പെടുകയാണ്. നമ്മുടെ ജനപ്രതിനിധികൾ അതിന് അഭിമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? നമ്മൾ സ്വീകരിക്കുന്ന ഐഡിയോളജിയുടെ വിശുദ്ധി കൊണ്ടാണ്, നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിശാസ്ത്രത്തിന്റെ പരിശുദ്ധി കൊണ്ടാണ്. അങ്ങനെ ഒരു പരിശുദ്ധി നമുക്ക് എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു സൗഹൃദത്തിന്റെ രീതിശാസ്ത്രം എന്നും നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യമാണ്. നമ്മൾ ഈ സംസാരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്തിന്റെ പഴയകാല ചരിത്രം എടുത്ത് നോക്കിയാൽ മുസ്ലിങ്ങൾ ധാരാളമായി തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമാണ്. 9ാം നൂറ്റാണ്ടിൽ ഈ കൊല്ലത്ത് തിരുസാപ്പള്ളി ശാസനം എന്ന ഒരു പ്രസിദ്ധമായ ഒരു പട്ടയത്തിന്റെ ചരിത്രം നമുക്ക് കാണാം. മുസ്ലിം സമുദായത്തിന്റെ വളരെ പ്രാചീനമായിട്ടുള്ള സാന്നിധ്യങ്ങളെക്കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രമാണത്. എന്നാണ് അതിന്റെ ഉള്ളടക്കം. വേണാട് ഭരണാധികാരിയായിരുന്ന അയ്യനടികൾ തിരുവടികൾ എന്ന ഭരണാധികാരി ഇവിടുത്തെ കൊല്ലത്തെ തരിസാപ്പള്ളി സിറിയൻ ക്രിസ്ത്യൻ പള്ളിയാണത്. അതിന്റെ ദേവാലയത്തിന് ഭൂമിയും മറ്റു പല അവകാശങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് നൽകിയ ഒരു രാജകീയമായ ഒരു വിളംബരമാണ്. ആ രാജകീയമായ വിളംബരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം അതിന്റെ അവസാനമായി സാക്ഷികളായി ഒപ്പിട്ടിട്ടുള്ള ആളുകളുടെ ഒരു ചരിത്രമാണ്. ആ പേരുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ താഴെ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷികൾ പലരും മുസ്ലിം വ്യാപാരികളാണ്. അറബി ഭാഷയിലും കൂഫി ലിപിയിലും അതുപോലെ തന്നെ പഹ്ലവി ലിപിയിലുമൊക്കെയാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? രാജശാസനങ്ങളിൽ പോലും രാജാക്കന്മാർ പട്ടയം കൊടുക്കുന്ന വേളകളിൽ പോലും സാക്ഷികളാക്കി നിർത്താൻ മാത്രം ഒരു പ്രബല സമൂഹമായി, ജനങ്ങൾക്ക് വിശ്വാസമുള്ള സമൂഹമായി ഇവിടെ മുസ്ലിമീങ്ങൾ നിലകൊണ്ടിട്ടുണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ രാജ്യത്ത് സാമൂതിരികൾ ഭരണം നടത്തിയിരുന്ന കാലത്ത് സാമൂതിരിമാർക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ടും ഒരു ആദാന പ്രദാനത്തിന്റെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഇവർ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ഒരു പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ സാധ്യമാകണം. അതിനുവേണ്ടി നടത്തുന്ന ഇടപെടലുകൾക്ക് കൃത്യമായ പിന്തുണകൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ ഘട്ടത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമസ്തയുടെ ഒരു അധ്യക്ഷൻ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ ഒരു സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു സന്ദേശയാത്ര സംഘടിപ്പിക്കേണ്ടതിന്റെ ചില അനിവാര്യതകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കേൾക്കാത്ത ചില വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. പരസ്പരം സാമുദായിക സ്പർദ്ധയുണ്ടാക്കാൻ ബോധപൂർവം പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കോ ജുഡീഷ്യൽ വ്യവസ്ഥിതികൾക്കോ പോലും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സാമുദായിക സ്പർദ്ധകളുടെ വേരുകൾ ആഴിയിലേക്ക് വളരെ കൂടുതൽ വേര് പിടിക്കുന്ന ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷനെ പോലെയുള്ള ഈ രാജ്യത്ത് ആത്മീയ ഭാവമുള്ള പണ്ഡിതന്മാർ നയിക്കുന്ന ഇത്തരം സന്ദേശയാത്രകൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു സൗഹൃദത്തിന്റെ സന്ദേശത്തെ നമുക്ക് വീണ്ടെടുക്കാൻ സാധ്യമാകും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ ഓരോ ഘട്ടങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഓരോ കൊല്ലങ്ങളിലും സമസ്തയുടെ 15ഓളം വരുന്ന പോഷക ഘടകങ്ങൾ ഓരോ കൊല്ലവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ആ പരിപാടികളിലെല്ലാം തന്നെ ഈ രാജ്യത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തെ നിലനിർത്തുന്നതിന് പ്രചോദനം നൽകുന്ന പദ്ധതികൾ ഉണ്ടാകാറുണ്ട്. ജനുവരി 26, അടുത്ത മാസം ജനുവരിയിലേക്ക് നമ്മൾ കടന്നാൽ 26 റിപ്പബ്ലിക്കിന്റെ സായം സന്ധ്യകൾ കേരളത്തിലെ വിശ്വാസികൾക്ക് മനുഷ്യജാലികകൾ തീർക്കുന്ന സായം സന്ധ്യകളാണ്. അന്നത്തെ പ്രഭാതങ്ങൾ 12 ലക്ഷത്തോളം വരുന്ന മദ്രസയിൽ പഠിക്കുന്ന കുരുന്നുമക്കൾ ആ മദ്രസയുടെ മുറ്റത്ത്
രാഷ്ട്രത്തിന്റെ രക്ഷക്ക് സൗഹൃദം വേണമെന്ന് പറഞ്ഞ് കുഞ്ഞുനാളിൽ തന്നെ അവർ ബാല ഇന്ത്യ തീർക്കുന്ന കാഴ്ചകൾ എല്ലാ വർഷത്തെ ജനുവരി 26-നും ഈ നാട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളാണ്. കഴിഞ്ഞ തവണ നമ്മുടെ മനുഷ്യജാലികയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ കേരളത്തിന്റെ പ്രഗത്ഭനായ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ സാർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർത്തു വെക്കുകയാണ്. കഴിഞ്ഞ 16 കൊല്ലമായി ജനുവരി 26-ന്റെ സായം സന്ധ്യ മനുഷ്യജാലികക്ക് വേണ്ടിയാണ് ഞാൻ നീക്കിവെക്കുന്നത്. എന്തുകൊണ്ടാണ്? സത്യസന്ധമായി ഈ രാജ്യത്തോട് മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയാൻ, നമ്മൾ ഒരുമയുടെ സന്ദേശമാണെന്ന് പറയാൻ, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാൻ, നമ്മുടെ ദാർശനിക പാരമ്പര്യത്തെ വീണ്ടെടുക്കണമെന്ന് പറയാൻ സത്യസന്ധമായി സാധ്യമാകുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ പാരമ്പര്യ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളും അതിൻ്റെ അനുയായികളും എന്ന കാര്യം അവർക്കൊക്കെ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ഓരോ ഇടപെടലുകളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ മഹത്തായ സംഘടനക്ക് കഴിഞ്ഞ പോയ പതിറ്റാണ്ടുകളിൽ നീണ്ട അരനൂറ്റാണ്ട് കാലം ഇതിന്റെ മുഖ്യ കാര്യദർശിയായി നേതൃത്വം കൊടുത്തിരുന്ന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അവരുടെ 60-ാം വാർഷിക സമസ്തയുടെ 60-ാം വാർഷിക സമ്മേളനത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ മഹാനവർകൾ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഈ രാജ്യത്തെ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഈ രാജ്യത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ മാർഗം ഇവിടെ നിലനിന്നാൽ മാത്രമേ ഈ രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ എന്നാണ്. ഇത് അടിസ്ഥാനപരമായ ഐഡിയോളജിയാണ്. പലപ്പോഴും ഇസ്ലാമിന്റെ പേരിൽ പ്യൂരിറ്റാനിസം അവകാശപ്പെട്ടുകൊണ്ട് ശുദ്ധവാദക്കാരായി ഇസ്ലാമിനെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആളുകൾ കടന്നു വരാറുണ്ട്. ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങൾ പാരമ്പര്യ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ തദ്ദേശീയമായ സംസ്കാരങ്ങളോട്, ഈ തദ്ദേശീയമായ രീതികളോട് ഇടകലർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യത്തെയാണ് നമ്മൾ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരം തദ്ദേശീയമായിട്ടുള്ള ആദാന പ്രധാനങ്ങളെ മോശമാണെന്ന് പറഞ്ഞ് ഒരു പരിശുദ്ധവാദവുമായി, ശുദ്ധീകരണവാദവുമായി, പ്യൂരിറ്റാനിസവുമായി കടന്നു വരുന്ന റാഡിക്കൽ മൂവ്മെന്റുകൾ ഈ ഓരോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ടത് അത്തരം മൂവ്മെന്റുകളാണ് മുസ്ലിം സമുദായത്തിന് പരിക്കുണ്ടാക്കിയത്, ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദാന്തരീക്ഷത്തിന് പരിക്കുണ്ടാക്കിയത് അത്തരം മൂവ്മെന്റുകളാണ്. നമ്മൾ മടങ്ങേണ്ടത് സൂഫി ദർഗകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ആത്മീയാചാര്യന്മാർ അവർ കൊളുത്തി വെച്ചിരുന്ന ഒരു ആത്മീയതയുടെ നനവുള്ള ഒരു പാരമ്പര്യത്തിലേക്കാണ്. ആ പാരമ്പര്യത്തെ മടക്കി കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ സാധ്യമാകുമ്പോൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് ഏതൊരു സുരക്ഷിത ബോധത്തിലാണോ നമ്മൾ ജീവിച്ചത് എങ്കിൽ ആ ബോധത്തിൽ തന്നെ നമ്മുടെ അടുത്ത തലമുറക്കും ജീവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യത്തെ അങ്ങനെ നിലനിർത്താൻ നമുക്ക് കഴിയണം എന്നതുകൂടി ഈ സമ്മേളനത്തിന്റെ സന്ദേശമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ നോക്കൂ, ഒരു പണ്ഡിത സഭ എന്ന നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്ര സാമൂഹിക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, എത്ര ജീവകാരുണ്യ ഇടപെടലുകൾ, എന്തിനേറെ പറയണം ജുഡീഷ്യറിയിൽ വരെ. നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ കേസ് ഹിസ്റ്ററികൾ നമ്മൾ പരിശോധിച്ചാൽ സമസ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ നിരവധി കേസുകളുണ്ട്. ആ കേസുകളൊന്നും ഈ സമുദായത്തിന്റെ മാത്രം പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടായിരുന്നില്ല. നമുക്കറിയാലോ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് CAA-യുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ആ CAA എന്ന് പറയുന്ന പുതിയ നിയമവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തെ, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തെ, ഇവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ജനാധിപത്യ പ്രശ്നമായിരുന്നു. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രശ്നമായിരുന്നു. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് കേവല ഇരവാദങ്ങൾ മുഴക്കി അതിലൂടെ താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം, സാമുദായിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം, സംഘടനാ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തന്തുവായിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന ഒരു ബോധമുണ്ടാക്കി ഇവിടെയുള്ള എല്ലാ മതേതര വിശ്വാസികളെയും, ജനാധിപത്യ വിശ്വാസികളെയും, ഭരണഘടന വിശ്വസിക്കുന്നവരെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള സമര മൂവ്മെന്റുകളാണ് സമസ്ത നടത്തിയിട്ടുള്ളത്. പല ഘട്ടങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ആ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഇതൊരു പണ്ഡിത സഭയാണ്. പക്ഷേ സമസ്ത സംരക്ഷണ സമിതി ഉണ്ടാക്കിയിരുന്നു. ആ സംരക്ഷണ സമിതി ഉണ്ടാക്കിയത്, ആ സവർണ സംവരണം, സാമ്പത്തിക സംവരണം, അത് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഇവിടെ പിന്നോക്ക സമുദായങ്ങൾക്ക് മുഴുവനും പരിക്കുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരു സംരക്ഷണ സമിതി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഈ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF ആണ്
തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ അതിൻ്റെ അപകടങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരുമിച്ച് നിൽക്കണം, ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി ഒരേ ശബ്ദത്തോടു കൂടി നമ്മൾ എങ്ങനെ നിൽക്കണമെന്ന് ബോധിപ്പിച്ചുകൊണ്ട് SKSSFന്റെ വിദ്യാർത്ഥി സംഘടന ഒരു യാത്ര നടത്തിയിരുന്നു കൊറോണയുടെ ആ നാളുകളിൽ. നോക്കൂ, ഓരോ ഘട്ടങ്ങളിലും ജുഡീഷ്യറി വ്യവഹാരങ്ങളുടെ ഭാഗമായി, ഇവിടെ സാമൂഹിക വ്യവഹാരങ്ങളുടെ ഭാഗമായി, രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആദർശപരമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ എന്നാൽ നമുക്ക് പരസ്പരമായ സമാധാനപരമായ സഹവർത്തിത്വം സാധ്യമാക്കിയെടുക്കാൻ കഴിയുമെന്നതിന്റെ പ്രായോഗിക മാതൃകകളെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നിന്നും അതേപോലെ വിവർത്തനം ചെയ്തെടുക്കാൻ, അതിന്റെ ഒരു പരിച്ഛേദമാക്കി ഈ നാടിനെ മാറ്റിയെടുക്കാൻ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമക്ക് സാധ്യമായിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൊട്ടിഘോഷിച്ചു കൊണ്ട് പറയാറില്ല. ഒരു നിശബ്ദ വിപ്ലവത്തിന്റെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാവുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തു തന്നെ സമസ്തയുടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതേ സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ നീലക്കോട്ടണിഞ്ഞ വിക്കായുടെ പ്രവർത്തകർ ഇവിടെ സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ഇവരുടെ കൂട്ടുകാർ ഇന്ന് വിവിധ മെഡിക്കൽ കോളേജുകളിൽ അവിടെ രോഗികളായി കഴിയുന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഈ രാത്രിയും അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. SKSSFന്റെ അതുപോലെ നമ്മുടെ മറ്റു സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ഇതാ നമ്മുടെ തിരുവനന്തപുരത്ത് RCCയുടെ പരിസരത്ത് നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള സഹായം നൽകുന്ന സെന്റർ, SKSSFന്റെ സഹചാരി സെന്റർ, അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കിയാൽ വൈവിധ്യപൂർണമായ ഒരു സമൂഹത്തിന്റെ സമഗ്രമായ സംരക്ഷണത്തിന്, സുരക്ഷിത ബോധത്തിന് അവർക്ക് ഏതൊക്കെ അർത്ഥത്തിലുള്ള പിന്തുണകൾ അനിവാര്യമാണോ അതൊക്കെ കൊടുക്കാൻ, അതൊക്കെ നൽകാൻ, മറ്റെന്ത് വിട്ടുവീഴ്ചകൾ ചെയ്താലും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന ഒരു ബോധ്യത്തെ നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ഈ യാത്രയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ നാടിന് ദോഷകരമാകുന്ന മതതീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ അല്ലെങ്കിൽ അതിവാദങ്ങളുടെയോ അല്ലെങ്കിൽ ഇരവാദം പറഞ്ഞ് സാമൂഹികമായ സന്തുലിതാവസ്ഥ തകർക്കുകയോ ചെയ്യുന്ന ഒരു ഇടപെടലുകളുടെയും ഭാഗമാകാൻ ഒരു ഘട്ടത്തിലും നമ്മൾ പോയിട്ടില്ല. അതിനെ സാക്ഷാത്കരിക്കുന്ന, അതിനെ തങ്ങളുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്തിയതിന്റെ അംഗീകാരമാണ് നമ്മുടെ ഈ പൊതുപ്രവർത്തകരായ ആളുകളൊക്കെ ഓരോ വേദികളിൽ വന്നുകൊണ്ട് പറയുന്നത്. നമ്മുടെ ഒരു പാരമ്പര്യം ഈ ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ്, പരസ്പരം തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പാരമ്പര്യമാണ്. നമുക്കറിയാം, കേരളത്തിന്റെ വളരെ പ്രഗത്ഭനായ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അദ്ദേഹത്തിന് ഇസ്ലാമിലെ വൻമല എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, 100% ഞാൻ രാരിക്യൂറും കുടുമയുമുള്ള ഹിന്ദു, മാപ്പിളേ നീ എന്നരവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിറൻ തന്നെ വിളിച്ചുകൊള്ളൂ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഗോവിന്ദൻ നായരുടെ കൂട്ടുകാരൻ അലവി എന്ന മുസ്ലിം സഹോദരൻ തന്റെ കളിക്കൂട്ടുകാരനാണ്. ആ കളിക്കൂട്ടുകാരനോടുള്ള അവരുടെ സൗഹൃദത്തെ അനാവരണം ചെയ്തുകൊണ്ട് പറയാണ്, ഞാനൊരു ആര്യക്കൂറുള്ള ഹിന്ദുവാണ്, ഞാൻ കുടുമയുള്ള ഹിന്ദുവാണ്, പക്ഷെ നീ എൻ്റെ മാപ്പിളയായ സഹോദരനാണ്, നീ എൻ്റെ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളുക, നീ എന്നെ കാഫിറൻ തന്നെ വിളിച്ചുകൊള്ളുക, എനിക്ക് കുഴപ്പമില്ല. അത് പരസ്പരമുള്ള മതപരമായ വിശ്വാസങ്ങളുടെ കാര്യത്തിലുള്ള ഒരു ഉൾക്കൊള്ളലാണ്. നീ കാതുകുത്താതെ നടന്നുകൊള്ളുക, 100% മുസ്ലിം ധർമ്മക്കൂറും പെരുമയും വെച്ചു പോറ്റുക. നമുക്കിടയിൽ നമുക്ക് തോളിൽ കൈയിട്ട് നടക്കാൻ അതൊരു തടസ്സമേയല്ല. എന്നിട്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾക്ക് മുമ്പോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പം കൂറും പൊരുത്തവും മൊത്ത നമ്മൾ തോളിൽ കൈയിട്ടേ നടന്നുകൂടൂ. ആ കൈയിനെ തോളിൽ നിന്നെടുക്കരുത്. പല ആളുകളും നമ്മൾ ഇട്ടുവെച്ച കൈകളെ തോളിൽ നിന്നും പറിച്ചു മാറ്റി നമുക്കിടയിൽ അകലം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. കമന്റുകളിലൂടെ, പ്രസ്താവനകളിലൂടെ, പ്രകോപനപരമായ ഇടപെടലുകളിലൂടെ അങ്ങനെ ശ്രമിക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളെ തോൽപ്പിക്കുക എന്നത് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 100 കൊല്ലമായി സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ അതിനുവേണ്ടി നടത്തിയ ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണ് 100 കൊല്ലം കഴിയുമ്പോൾ ഇതാ ഈ കൊല്ലത്ത് ഇതുപോലെ വലിയൊരു ജനാവലിയെ സാക്ഷിയാക്കി നമുക്ക് ഇതുപോലെ പറയാൻ കഴിയുന്നത്. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ
അതിൻ്റെ ഈ പാരമ്പര്യത്തിൽ നിന്നും വിഘടിച്ചു നിൽക്കുകയോ സാമുദായിക സൗഹൃദത്തിന് തകരാറുണ്ടാക്കുന്ന ഒരു ഇടപെടലുകളോ ഒരു പോറലെങ്കിലും ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ MLA പോലെയുള്ള പ്രതിനിധികൾ ഇവിടെ വന്നിരിക്കില്ലല്ലോ, നിങ്ങൾ ഇതുപോലെ കേൾക്കാനുണ്ടാകില്ലല്ലോ. ഈ നാട് സ്വാഭാവികമായിട്ട് അതിനെ പുറന്തള്ളും. ഈ നാടിൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്. ഇവിടെ പ്രത്യക്ഷപ്പെട്ടു വന്ന എല്ലാ സംഘടനകൾക്കും ഈ മണ്ണ് ഇടം കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഇവിടെ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഇതുപോലെ ജനങ്ങൾ ഒരുമിച്ചിരുത്താനുള്ള മെക്കാനിസത്തെ എല്ലാവർക്കും ഈ നാട് കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിദ്വേഷ പരാമർശങ്ങളോ വെറുപ്പുൽപാദനത്തിന്റെ ഇടപെടലുകളോ ഒരു ഘട്ടത്തിലെങ്കിലും നടത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ നാട് അതിനെ സ്വാഭാവികമായി പുറന്തള്ളുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. പക്ഷേ കഴിഞ്ഞ 100 കൊല്ലമായി നാൾക്കുനാൾ കഴിയുമ്പോൾ ഓരോ ഘട്ടത്തിലും സമസ്തയുടെ പ്രസ്താവനകൾ എന്താണെന്ന് കാതുകൂർപ്പിക്കുന്ന ഒരു പൊതുമണ്ഡലം ഇവിടെ രൂപപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ഘട്ടങ്ങളിൽ സ്പർദ്ധയുണ്ടാകുമെന്ന് തോന്നുന്ന വേളകളിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ സമസ്തയുടെ പ്രസിഡന്റിന്റെ പ്രതികരണം അതിൽ എന്താണ് എന്ന് പല ഘട്ടങ്ങളിൽ ഈ കേരളം കാതോർ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ അവധാനതയോടുകൂടി പ്രതികരിക്കുകയും നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടായാലും എന്തൊക്കെ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്താലും ഒരു ഘട്ടത്തിൽ പോലും ഈ തോളിൽ കൈയിടുന്ന പാരമ്പര്യത്തെ നമ്മൾ മാറ്റിവെക്കുകയോ അതിന് ഒരാൾക്ക് അവസരം കൊടുക്കുകയോ ചെയ്യരുത് എന്ന നിശ്ചയദാർഢ്യത്തിന്റെ പാരമ്പര്യം നമുക്കുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ നിലനിർത്തുന്നത്. ഈ കഴിഞ്ഞ ശതാബ്ദിയുടെ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങളെ പറയലല്ല, ഞങ്ങൾ സന്തോഷത്തിന്റെ മുഹൂർത്തമാണിത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന വിവിധ സമൂഹങ്ങൾക്കിടയിൽ നടന്ന പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ സംഘടനാ പരീക്ഷണങ്ങൾ, നവോത്ഥാന പരീക്ഷണങ്ങൾ, പരിഷ്കരണ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൊക്കെ പലരും പരാജയപ്പെടുകയോ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയോ ചെയ്തപ്പോൾ ഓരോ പതിറ്റാണ്ട് കഴിയുമ്പോഴും ഈ നാട് ഇരു കൈയും ഏറ്റ് സ്വീകരിച്ച ഒരു മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ സാക്ഷ്യത്തിന്റെ ചാരിതാർത്ഥ്യത്തിന്റെ നിറവിലാണ് ഞങ്ങൾക്കുള്ളത്. അടുത്ത 100 വർഷത്തെ പ്രയാണം എങ്ങനെയാകണം എന്നതിന്റെ മുമ്പിലുള്ള ഒരു കൃത്യമായ ഒരു മാപ്പ് ഞങ്ങളുടെ കയ്യിൽ, ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങളുടെ കയ്യിൽ പുതിയതായിട്ട് ഉണ്ടാക്കണമെന്നില്ല. പുതിയ തലമുറയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മഹത്തായ സംഘടനക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് സമസ്തയുടെ കൂടെ നിൽക്കണമെന്ന ചോദ്യത്തിന്, നിങ്ങൾ എന്തുകൊണ്ട് സമസ്തയുടെ ആലിമീങ്ങളെ പണ്ഡിതന്മാരുടെ അതിന്റെ സേവനങ്ങളുടെ ഭാഗമാകണം എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: കഴിഞ്ഞ 100 കൊല്ലം സാക്ഷി. അടുത്ത 100 കൊല്ലത്തേക്ക് ഈ രാജ്യത്തിന്റെ സൗഹൃദ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യസന്ധമായി ഒരുമിച്ച് നിന്ന് ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായി നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ദാർശനിക പാരമ്പര്യമുള്ള ഇന്ത്യയെ വീണ്ടെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുന്ന ഒരിടമാണ് എന്ന് കഴിഞ്ഞ 100 കൊല്ലത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ആ തുടർച്ചയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകൾ കോർത്തു വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.